തീ കൂട്ടിവെച്ച് വേവിക്കാറുണ്ടോ? ഇറച്ചി കറിയാക്കുമ്പോഴും ഫ്രൈ ആക്കുമ്പോഴും ഇത് ശ്രദ്ധിക്കൂ. പ്രോട്ടീന്റെ മികച്ച ഉറവിടമാണ് ചിക്കൻ. കറിയായും വറുത്തതും ഗ്രില്ല് ചെയ്തുമൊക്കെ മലയാളികളുടെ ഡയറ്റിൽ നിത്യാഹാരമാണ് ചിക്കൻ വിഭവങ്ങൾ. എന്നാൽ രുചിയിൽ മാത്രമല്ല, അവ പാകം ചെയ്യുന്ന രീതിയിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാംസാഹാരങ്ങൾ പാകം ചെയ്യുന്ന രീതി പാളിയാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിക്കൻ വേവിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഉയർന്ന താപനിലയിൽ മാംസം വേവിക്കുമ്പോൾ ചില ദോഷകരമായ രാസപ്രവർത്തനങ്ങൾ സംഭവിക്കുകയും വിഷാംശമുള്ള സംയുക്തങ്ങൾ പുറന്തള്ളാൻ കാരണമാവുകയും ചെയ്യും. ഇത് ഫാറ്റി ലിവർ, ക്യാൻസർ, ശരീരത്തിലെ നീർവീക്കം എന്നിവയുടെ സാധ്യത വർദ്ധിപ്പിക്കാൻ കാരണമായേക്കാം. മാംസാഹാരങ്ങൾ 150 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാക്കാൻ പാടില്ല. മാംസത്തിലടങ്ങിയ ക്രിയാറ്റിൻ അല്ലെങ്കിൽ ക്രിയാറ്റിൻ, അമിനോ ആസിഡുകൾ, പഞ്ചസാരകൾ എന്നിവ ഉയർന്ന ചൂടിൽ രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും വിഷയമയമായ ഹെറ്ററോസൈക്ലിക് അമിനുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. മാംസം എത്രത്തോളം ഉയർന്ന താപനിലയിൽ എത്രത്തോളം കൂടുതൽ സമയം പാകം ചെയ്യുന്നുവോ അത്രത്തോളം HCA ഉണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. ഈ സംയുക്തങ്ങൾ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കാൻ കഴിവുള്ളതാണ്. ഇനി മാംസാഹാരങ്ങൾ എങ്ങനെ ശരിയായി പാകം ചെയ്യാമെന്ന് നോക്കാം. ആവിയിൽ പുഴുങ്ങുകയും വെള്ളത്തിൽ വേവിക്കുകയോ ആവാം. മിതമായ താപനിലയിൽ മാംസം വേവിച്ചെടുക്കുന്നത് പോഷകങ്ങൾ നഷ്ടപ്പെടാതെ സഹായിക്കാനും ഹാനികരമായ രാസവസ്തുക്കൾ ഉണ്ടാവുന്നത് തടയുകയും ചെയ്യുന്നു. ക്ലാസിക്കൽ ഫ്രഞ്ച് പാചകരീതികളിൽ ഒന്നാണ് സൂവീഡ്. ഇതിൽ മാംസം ഒരു വാക്വം സീൽ ചെയ്ത പ്ലാസ്റ്റിക് കവറിലാക്കി കൃത്യമായി നിയന്ത്രിച്ച താപനിലയിലുള്ള വെള്ളത്തിൽ കുറേ സമയം പാകം ചെയ്യുന്നു. വെള്ളത്തിന്റെ താപനില കൃത്യമായി നിലനിർത്തുന്നതിനാൽ ഭക്ഷണം അമിതമായി വേവുകയോ കരിഞ്ഞു പോവുകയോ ചെയ്യുന്ന പ്രശ്നം ഉണ്ടാകുന്നില്ല. കോഴിയിറച്ചി 62 മുതൽ 65 ഡിഗ്രി സെൽഷ്യസിലും റെഡ് മീറ്റ് 55 മുതൽ 60 ഡിഗ്രി സെൽഷ്യസിലും 1 മുതൽ 4 മണിക്കൂർ വരെ പാചകം ചെയ്യാം. ഇങ്ങനെ പാചകം ചെയ്യുമ്പോൾ ഭക്ഷണത്തിന്റെ സ്വാഭാവിക ഈർപ്പം, രുചി, പോഷകങ്ങൾ എന്നിവ നഷ്ടപ്പെടാതെ നിലനിർത്താനും ദോഷകരമായ രാസവസ്തുക്കളുടെ ഉൽപാദനം കുറയ്ക്കാനും സാധിക്കുന്നു. അതുപോലെ തന്നെ ഗ്രിൽ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഗ്രില്ല് ചെയ്യുന്നതിന് മുമ്പ് 2 മിനിറ്റ് മാംസം മൈക്രോവേവ് ചെയ്യുന്നത് ഹൈഡ്രോസൈക്കിൾ അമിനുകൾ ഉണ്ടാക്കാൻ കാരണമായേക്കാവുന്ന ചില ഘടകങ്ങളെ നീക്കം ചെയ്യാൻ ഉപകരിക്കും. മാംസം കരിയാതെ ഇടയ്ക്കിടെ മറിച്ചിടുക. അഥവാ കരിഞ്ഞാൽ ആ ഭാഗം നീക്കം ചെയ്ത് വേണം കഴിക്കാൻ.